നാട്ടിലെ മദ്രസ കംസൂഫി സുന്നി മദ്രസ, അതിലെ നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, അവരൊക്കെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ. കുട്ടികളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘടിപ്പിക്കല്ലേ. അപ്പോൾ ഉസ്താദ്മാർ സമ്മതം കൊടുത്തു. നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി യൂസുഫ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൽ എന്താ പറയുന്നത്? ഫുഡ് ഫെസ്റ്റിവലിൽ നമ്മൾ ഈ ആശയം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ രക്ഷിതാക്കളൊക്കെ അത് ഏറ്റെടുത്തു. രക്ഷിതാക്കളൊക്കെ വീട്ടിൽ നിന്ന് അവരെ കൊണ്ട് കഴിയുന്ന ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ മക്കളെ കയ്യിൽ ഇപ്പോൾ മദ്രസയിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് അവർ ഓരോരുത്തരും അവർ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ തുറന്നു വെച്ച് അത് നമ്മളെ കാണിക്കും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണിക്കുന്നത്. മാഷാ അല്ലാഹ് നമ്മുടെ മക്കളെല്ലാവരും ഫുഡ് ഫെസ്റ്റിവലിനനുബന്ധിച്ചിട്ട് നല്ല വെറൈറ്റി ഫുഡുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും. മാഷാ അല്ലാഹ്. അപ്പോൾ ഓരോ ആളുകളുടെ ഫുഡ് ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. എന്താ പേര്? ഫർഹാൻ. ഫർഹാൻ ഉണ്ടാക്കിയ ഭക്ഷണം എന്താണ്? പോക്കറ്റ് ഷവർമ. എന്താണ്? പോക്കറ്റ് ഷവർമ. മാഷാ അല്ലാഹ്. ഇതാ അതിലെ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? സലാഡും കച്ചപ്പും എല്ലാം ഉണ്ട്. മുഹമ്മദ് യാസീൻ. എന്തുണ്ടാക്കിയില്ലേ? ഉണ്ണിയപ്പം. നല്ല സൂപ്പർ ഉണ്ണിയപ്പം അല്ലേ? നല്ല സ്മൂത്ത് ഉണ്ണിയപ്പം. മിക്ദാദ് എന്തുണ്ടായിക്കണേ? നെയ്യപ്പം. എന്താ മോളെ പേര്? ഫർഹ ഫാത്തിമ. നല്ല പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എന്താ പേര്? സൻഹ ഫാത്തിമ. മാഷാ അല്ലാഹ്. എന്തുണ്ടാക്കിയിട്ടുള്ളത്? നല്ല പഴംപൊരിയും ഇപ്പത്തെ ട്രെൻഡിലെ പഴംപൊരി, നല്ല അടിപൊളി ബീഫും. ഇതെന്താണ്? പായസം. മാഷാ അല്ലാഹ്. ഫാത്തിമ ഫാഹിദ. എന്തുണ്ടാക്കിയില്ലേ? മുട്ടപ്പത്തിരി. മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ വലിയ സംഭവട്ടാ. വ്യത്യസ്തമായ ഫുഡുകളാണ് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാരാണ്? ഫാത്തിമ റൈഹാന. മാഷാ അല്ലാഹ്. അപ്പൊ കേക്ക് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ മതിയില്ലേ? സാധനം തരൂല്ലേ? മാഷാ അല്ലാഹ്. അടിപൊളി കേക്ക്. ഇതിന്റെ പേര് പറയാ? എന്ത് കേക്കെന്ന് പറയാ? വാനില അല്ലേ? രണ്ടാമത്തെ കേക്ക് ഇതാരാ? ഇതെന്താ വൈറ്റ് കേക്കാ? ഉഷാറാണ്. കേക്ക് മാത്രല്ലല്ലേ, വേറെ എന്തൊക്കെയാണല്ലേ? കട്ട്ലേറ്റ്, പിന്നെ എന്താ പേര്? ഇതൊരു വെറൈറ്റി ആണല്ലോ. എന്താണ് സംഭവം? ഇത് കായ്പോളിയും ചട്ടിപ്പത്തിരി. നമുക്ക് കഴിക്കാല്ലേ? നീ കൂട്ടണ്ടാ? മാഷാ അല്ലാഹ്. നാഫി അല്ലേ? നാഫി എന്താ ഉണ്ടാക്കിയില്ലേ? ബ്രെഡ് റോള്. ഇത് പൂവട. മാഷാ അല്ലാഹ്. അടിപൊളി. സുഖേനും ഉണ്ണിയപ്പം അല്ലേ? പേര്? സന. എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഒരുപാട് സാധനം ഉണ്ടല്ലോ അല്ലേ? ല്ലേ? എന്തുണ്ട്? സുർബിയാൻ. ബീഫാണ് അല്ലേ? ബീഫ്. ഇതെന്താ? ഗുലാം ജാം. മാഷാ അല്ലാഹ്. പ്രതീക്ഷിക്കാത്ത ഐറ്റംസ് ഒക്കെ വന്നല്ലേ? പേര് പറ. അന്ന ഫാത്തിമ. എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഉന്നക്കായി. മാഷാ അല്ലാഹ്. പേര് ഉറക്കെ പറഞ്ഞു. എന്തുണ്ടാക്കണേ? ചിക്കൻ സമൂസ. പേര് പറഞ്ഞിട്ടില്ല. ഫാത്തിമ വാനിയ. മുഹമ്മദ് ഇഷാൻ. സമൂസ കുറെ കൊടുക്കാലോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? ചിക്കനാ? സുഫ്വാൻ. എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? മാഷാ അല്ലാഹ്. കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കാം നമുക്ക്. പേര്? വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയില്ലേ? മാഷാ അല്ലാഹ്. പേര് വേണ്ടില്ല. പേര്? മുബശ്ശിർ. ഷാദു എന്താ? ചിക്കൻ സമൂസ. എന്താ? ചിക്കൻ സമൂസ. പേര് വേണ്ടല്ല? റസാൻ.
റസാൻ. ഓരോ ഭക്ഷണവും ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ട് തന്നെ ജഡ്ജസ്മാർ വരെ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന ഒരു പ്രയാസത്തിലാണ്. എല്ലാവരുടെയും പേരെഴുതി ഇൻഷാ അല്ലാഹ് നമ്മൾ നറുക്കിട്ട് അതിൽ നിന്ന് ഒരാളെ ഫസ്റ്റായി പരിഗണിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നറുക്കെടുക്കുകയാണ്. മദ്രസിൽ ആരും പഠിക്കുന്നില്ല, ജയപ്രസന്റെ കുട്ടികളാരും പഠിക്കില്ല. അപ്പോൾ അയാളിനെ ഘടിപ്പിച്ച് ആ ഭാഗ്യശാലിനെ പ്രഖ്യാപിച്ചാണ്. ഈ ഭാഗ്യശാലി ഇതപ്പോൾ പറയും. അതിന് മുമ്പായിക്കൊണ്ട് ഈ ഭക്ഷണം മുഴുവനും ടേസ്റ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പൊളി ഭക്ഷണങ്ങളാണ് എല്ലാവരുടെ ഭക്ഷണങ്ങളും. അടിപൊളി പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. എല്ലാവരുടെയും ഫുഡ് ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ നിർബന്ധിതരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറൊന്നും പറയാനില്ല. പണ്ടാണ് ഞങ്ങളുടെ നറുക്ക്. സദർ ഉസ്താദ് തുറന്ന് ആളെ ഇപ്പോൾ തന്നെ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്. ഫർഹാൻ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ഇതിനു വേണ്ടി സഹകരിച്ച മാതാപിതാക്കളുണ്ട്, ഉമ്മമാര്, സഹോദരിമാരുണ്ട്. അധ്വാനിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ചില ആളുകൾ ഇത് കാണുന്ന സമയത്ത് കുറേ നെഗറ്റീവൊക്കെ പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫലസ്തീനിലെ കുട്ടികളൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്ക് വല്ല പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും. നമുക്കൊക്കെ ഒരുപാട് പരിമിതികൾ അതിനുണ്ട്. ആ രാഷ്ട്രത്തേക്ക് പോകാനോ അല്ലെങ്കിൽ സഹായങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അത് നമ്മുടെ എപ്പോഴും ഉണ്ടാവലുണ്ട്. നമ്മുടെ മദ്രസയിലെ പ്രോഗ്രാമുകളൊക്കെ നമ്മളൊക്കെ നടത്താറുണ്ട്. നമ്മുടെ മദ്രസയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളെ ആഗ്രഹം പറഞ്ഞപ്പോൾ അതൊന്ന് സമ്മതിച്ചു കൊടുത്താണ്.